അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങളൊന്നുമല്ല. അയാൾ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സജിനയും റസൂൽ പൂക്കുട്ടിയും ചേർന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് വൃത്തികേട് ചെയ്യുന്നുണ്ട്. ഏറ്റവും നമ്പർ 1 മറ്റേ നമ്മളുടെ ഗോൾഡ് മാഫിയ, അങ്ങനത്തെ കുറച്ച് മാഫിയ ടീമാണ് ഇവര്. അവൻ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ വിഡോസിനെയും ഡിവോഴ്സീസിനെയും ഒക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ഷോസ്. എല്ലാവർക്കും നമസ്കാരം. സജിന നൂറിന്റെ 101 അവിഹിത കഥകൾ അവിടെ ഒരു സൈഡിൽ മാറ്റി വയ്ക്കുക. ഓക്കെ, ഇതിന്റെ ഇടയിൽ കുറെ പേര് കുറെ നാളുകളായിട്ട് വന്ന് പറയുന്നത് അതിപ്പം ദുബായി പോകുന്നത് ഭയങ്കര വിഷയമാണ്, അവിടെ സ്മഗ്ലിംഗ് ആണ്, പിന്നെ മറ്റേ പെണ്ണ് പരിപാടിയാണ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കുറെ നാളെ കൊണ്ട് എല്ലാവരും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സജിന ഇന്റർവ്യൂല് മറുനാടനിൽ കൊടുത്ത ഇന്റർവ്യൂല് അത് പറയുന്നുണ്ട്. ഇനി രേണു ദുബായിൽ പോകുന്നത് മറ്റേ പരിപാടിക്കും ഗോൾഡ് സ്മഗ്ലിങ്ങിനും ആണെന്ന് പറഞ്ഞ് അത് പറയുന്നുണ്ട്. പിന്നെ വേറെ ആരൊക്കെ ഇതുപോലെ എല്ലാവരും ദുബായിൽ ഇപ്പൊ പോകുന്ന മറ്റേ പരിപാടിക്കാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ സജിന തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ദുബായിൽ പോയപ്പോൾ എന്നെ അവിടെ ഒരു ബാറിൽ കൊണ്ടിരുത്തി, രേണു സുധിയെ പോലെയാണ് ഞാൻ ഇരുന്നത്, അപ്പോൾ എന്നെ അവിടെ കൊണ്ടിരുത്തിയിട്ട് എന്നെ മറ്റേ പരിപാടിക്ക് വേണ്ടി എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആ പരിപാടി ചെയ്ത് ഈ പരിപാടി ചെയ്തെന്നൊക്കെ സജിന അടക്കം വന്ന് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഓക്കെ, ഇവരെല്ലാവരും ദുബായിൽ പോയപ്പോൾ ഇങ്ങനത്തെ പരിപാടിയിലോട്ടാണ് അവരെ എത്തിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞു വയ്ക്കുന്നത്, അവരുടേതായ സൈഡുകളിലെ ആരോപണങ്ങൾ. ഓക്കെ, അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ആരാണ് ഇവരെയൊക്കെ ഈ ദുബായിലോട്ട് കൊണ്ടുപോകുന്നത് ഈ പരിപാടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട്? ഇതിന്റെ മെയിൻ ഹെഡായിട്ട് ആരാണ് ഇവരെ കൊണ്ടുപോകുന്നത്? സജിന അവിടെ പോയി പെട്ടപ്പോ പൂക്കുറ്റി അണ്ണനാണ് രക്ഷിച്ചതെന്നും സജിന പറയുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛനെ പോലെ ഒക്കെയാണെന്ന് പൂക്കുറ്റിയെ പറ്റിയിട്ട് പുകഴ്ത്തി പറയുന്നത്. അപ്പൊ പൂക്കുറ്റിക്ക് അടക്കം ഈ ആൾക്കാരെയും ഈ ടീമിനെയും അറിയാമെന്നുള്ള ഒരു സത്യം കൂടിയാണ് അവിടെ പുറത്തു വരുന്നത്. നിങ്ങൾ ആലോചിച്ചൊന്ന് നോക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് ആലോചിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം അറിയാവുന്ന ആൾക്കാരാണ് ഈ പൂക്കുറ്റിയായാലും സജിനയായാലും ഒക്കെ, പിന്നെ ഫിറോസിനും അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാം. അപ്പൊ ഇതെന്താണ് സത്യത്തിൽ നടക്കുന്നത്? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടണം. ഇവിടെ നമ്മുടെ രാജ്യത്ത് നിന്ന് സ്മഗ്ലിങ്ങും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് പെണ്ണുങ്ങളെ കയറ്റി വിട്ടിട്ട് മറ്റേ പരിപാടിയും നമ്മുടെ രാജ്യത്തോട്ട് ഇങ്ങോട്ട് ഗോൾഡ് കടത്തും ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തടയേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയൊരു ആവശ്യവും കൂടി തന്നെയാണ്. നമ്മുടെ നാടിനെ സേഫാക്കുക എന്നത് കൂടി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു കടമയാണ്. അതുകൊണ്ട് ഇതിലെല്ലാം തക്കതായ അന്വേഷണങ്ങൾ നടത്തണം. ഇത്തരം സജിനയായാലും ഈ പറയുന്ന ഓരോ സാധനങ്ങളെ ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരൊക്കെ പച്ചയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ ഇന്റർവ്യൂകളിൽ സകല കാര്യങ്ങളും വിളിച്ചു പറയുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ ഒരു കേസിൽ മുൻകൈ എടുത്തു നിന്ന് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവ് ഇട്ടൂടാ എന്നതാണ് എൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവരൊക്കെ തന്നെ വന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയണം, ഇവിടെ നിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുപോയി അവിടെ ബാറിൽ കൊണ്ടുപോയി കച്ചവടം നടത്തുന്നു, അല്ലെങ്കിൽ ബാറിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇത്ര രൂപ റേറ്റ് എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്ത് അങ്ങനത്തെ പരിപാടി ചെയ്യുന്നു. അപ്പൊ ഇമാതിരി ചെറ്റത്തനങ്ങൾ ഇവിടെ നിന്ന് പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുപോയി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ മുഖ്യധാര ആരാണ്? ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ വലിയ കറുത്ത കരങ്ങൾ ആരുടേതാണ്? ഇതൊക്കെ പുറത്തു വരേണ്ട സത്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേറൊരു വിഷയം കൂടി ഇവിടെ സംസാരിക്കേണ്ടതുണ്ട്. റിഫ മെഹനാസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ, റിഫ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചുപോയതും അവളെ തീർത്തതാണെന്നും അവൾ സ്വയം ജീവൻ ഒടുക്കിയതാണെന്നൊക്കെ ഉള്ള പല രീതിയിലുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് കുടുംബത്തിന് ഡൗട്ട് തോന്നി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റീപോസ്റ്റ്മോർട്ടം അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും വലിയതായ കാര്യങ്ങളൊന്നും തെളിഞ്ഞു വന്നിട്ടില്ല. പക്ഷേ റിഫയുടെ ആത്മാവ് വന്ന് ഒരാളോട് സംസാരിച്ചെന്ന് പറഞ്ഞ് ഒരാള് വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. എന്നാൽ അന്ന് അവര് പറഞ്ഞ കാര്യങ്ങൾ, അതായത് റിഫയുടെ ആത്മാവ് വന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ ഇന്ന് ഫിറോസ് ഖാൻ അടക്കം അല്ലെങ്കിൽ സജിന അടക്കം ഇങ്ങനെ വന്നിരുന്നു ഇത് ഇങ്ങനെ കറക്കി വിടുന്നത് കാണുമ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഡൗട്ടുകൾ വീണ്ടും ഉടലെടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണം സത്യത്തിൽ എന്താണ് റീസൺ എന്ന് പോലും അറിഞ്ഞുകൂടാതെ ചുരുളഴിയാത്തൊരു രഹസ്യമായി അത് മാറി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് എന്തൊക്കെയോ നല്ല ദുരൂഹതകളുണ്ട്. മൊത്തത്തിൽ ഇതൊരു അടപടലം തേഞ്ഞൊട്ടിയ കേസാണ്. എന്തായാലും അവിഹിതത്തിൽ തുടങ്ങി 101 സജിനയുടെ അവിഹിതത്തിൽ തുടങ്ങി ഇപ്പോൾ ഇടിച്ചു പോയി നിൽക്കുന്ന വേറെ പല സ്ഥലങ്ങളിലുമാണ്. പിന്നെ അതുപോലെ തന്നെ സജിന എന്ത് ഇന്റൻഷനിലാണ് രേണു സുധി ആ ഇന്റർവ്യൂവിന്റെ അകത്ത് രേണു സുധിയുടെ മാത്രം പേര് അതിന്റെ അകത്ത് വലിച്ചിട്ടതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അത് വേറെ ആരെങ്കിലും ഈ സജിനയെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്ന് ഉള്ള ഡൗട്ട് അടക്കം എനിക്കുണ്ട്. എനിക്ക് ഡൗട്ട് തോന്നുന്ന ഒരാളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡൗട്ട് ആയതുകൊണ്ടാണ് ഞാനത് പേരെടുത്ത് പറയാത്തത്. തെളിവ് സഹിതം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതും പറയുന്നതായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു 3G മയം നല്ലപോലെ മണക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അറിവ് തുടങ്ങാം. സജിന പറഞ്ഞ വാക്കുകളിലോട്ട് ആദ്യം പോയിട്ട് നമ്മുടെ റിഫയുടെ ആത്മാവ് വന്ന് സംസാരിച്ചു എന്ന് പറയുന്ന ആ ലേഡി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഒരു അറിവ് തുടങ്ങാം. ഏറ്റവും നമ്പർ 1 മറ്റേ നമ്മളുടെ ഗോൾഡ് മാഫിയ
അങ്ങനത്തെ കുറച്ച് മാഫിയ ടീമാണ് ഇവര്. അവൻ ശരിക്കും കേട്ടല്ലോ, അതായത് ഇങ്ങനത്തെ കുറച്ച് മാഫിയ ടീമാണ് എന്ന് പറഞ്ഞും കൊണ്ടാണ്. അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾഡ് മാഫിയ, ഇമാതിരി ചെറ്റ പരിപാടികൾ, പിന്നെ മറ്റേ പെണ്ണ് കയറ്റി വിടൽ, ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് പച്ചയ്ക്ക് വന്നിരുന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുമ്പോൾ ഉറപ്പായിട്ട് സജിനെ അറസ്റ്റ് ചെയ്യണമെന്നല്ല, തെളിവെടുപ്പിനായിട്ട് ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത് ചെറിയൊരു കേസല്ല, നമ്മുടെ നാടിന്റെ സുരക്ഷയുടെ ഒരു വിഷയം കൂടിയാണ്. ഇത് വലിയൊരു പ്രശ്നമായിട്ട് കണക്കിലെടുത്ത് തന്നെ ഇത് അന്വേഷണം തുടരണമെന്നാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്നെ പിന്തുണയ്ക്കുന്നവർ, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ റിഫയുടെ ആത്മാവ് എന്ന് സംസാരിച്ചു എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ചെയ്യുന്നത് ഇതുപോലെ വിഡോസിനെയും ഡിവോഴ്സീസിനെയും ഒക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ഷോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് ഒക്കെ പോയേക്കുന്നത് വെരി ഓപ്പൺലി ഇഫ് ഐ ഗോ ടു സേ റീനു സുധി, സജിന ഫിറോസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഓക്കെ കറക്റ്റായിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട്, കുറച്ച് പേര് ഇതിൽ പെട്ടിട്ടുണ്ട്. അതായത് അവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സജിന ഫിറോസ്, രേണു സുധി, ഇങ്ങനെ കുറച്ച് ആൾക്കാർ അതിൽ പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സജിന ആയാലും രേണു ആയാലും പെട്ടതാണോ അതോ ഇഷ്ടത്തിന് പോയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നുണ്ട്. അതെന്തോ ഒരു നല്ലൊരു സംഭവമാണ്. പ്രത്യേകിച്ച് റിഫയുടെ ആത്മാവ് വന്നിട്ട് ഇവരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇവർക്ക് ഇതെല്ലാം എങ്ങനെ ഡീറ്റെയിൽസ് കിട്ടി? ഇനി റിഫയുടെ ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ചുമ്മാ തള്ളിയിട്ട് ഈ സംഭവം നേരിട്ട് ഇവരെവിടെന്നെങ്കിലും അന്വേഷിച്ച് അറിഞ്ഞിട്ട് അതിനൊരു മറ വയ്ക്കാനായിട്ടാണ് റിഫയുടെ ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് വയ്ക്കുന്നതായിക്കൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ഓക്കെ, എനിക്ക് അതും ഒരു ഡൗട്ട് തോന്നി. ഈ ആത്മാവ്, പ്രേതം, ഭൂതം ഇതിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ, അപ്പൊ ഞാൻ ചിന്തിച്ചത്, കാരണം ഇവര് പല സത്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ട് റിഫയുടെ ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞു വെക്കുന്നതായിക്കൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി എനിക്ക് അവിടെ ഡൗട്ടായിട്ട് തോന്നി. രേണുസുധിയെ പോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കേട്ടല്ലോ, രേണുസുധിയെ പോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. രേണുസുധിയെ പോലെ പോയി ബാറിലിരിക്കുന്നു, അങ്ങനത്തെ പരിപാടികളാണ് സജിന പറയുന്നത്. അപ്പൊ മറ്റേ ലേഡി പറയുന്നത്, റിഫയുടെ ആത്മാവ് എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ലേഡി പറയുന്നത് പെട്ടുപോയ സജിന ഫിറോസ്, അതുപോലെ തന്നെ രേണുസുധി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ, ദുരൂഹതകൾ, കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ നല്ലപോലെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നതാണ് മറ്റൊരു സത്യം. അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞു വീടുണ്ടാക്കി ഫാദറിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒന്ന് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ആ റിഫക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് ചെന്ന് പെട്ടത് സ്മഗ്ലിങ്ങിന്റെ ആൾക്കാരുടെ കയ്യിലായിപ്പോയി അവള് പെട്ടത്. ഓക്കെ, റിഫ പോയി പെട്ടത് സ്മഗ്ലിങ്ങിന്റെ ആൾക്കാരുടെ കയ്യിലാണ് പെട്ടത് എന്നാണ് ഇവര് പറയുന്നത്. അറിയത്തില്ല പെട്ടതാണോ, സ്വന്തം ഇഷ്ടത്തിന് പോയതാണോ, കാശുണ്ടാക്കാൻ വേണ്ടി പോയതാണോ. അത് റിഫയുടെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ. ഇനി ഈ മെഹനാസ് കൊണ്ടുപോയി റിഫയെ പെടുത്തിയതാണോ? സത്യം ഇതിന്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ചുരുള് വേറെ തന്നെയാണ് ലെവലിൽ അഴിയേണ്ടത്. ഇത് ചെറിയൊരു കാര്യമല്ല. ഇവരുടെ അഭിഹിത കഥയിൽ തുടങ്ങിയെങ്കിലും ഇതിപ്പം എത്തി നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ സുരക്ഷിതം അല്ലെങ്കിൽ കേരളത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ് ഇവിടെ ഇപ്പൊ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടി വരുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റത്തുള്ളൂ. അത് പെടുത്തിയത് ജംഷാദും ആഷിഖൊക്കെ കൂടിയാണ്. അപ്പൊ ഏതൊരു പെൺകുട്ടിയും ദുബായിൽ എത്തിയിട്ട് എന്തെങ്കിലും പൈസ ഒന്ന് ഉണ്ടാക്കണം, ഷോപ്പിൽ നിന്നിട്ട് ആക്കുന്നത്, മോഡലിംഗ് ഇതിൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പം ആൾക്കാര് ഇൻവോൾവ് ആവും. എന്തോ ഇത്ര പൈസ തന്നാൽ ഇങ്ങനെ ചെയ്താൽ ഇത്ര പൈസ കിട്ടും എന്നൊക്കെ. ചിലപ്പം എനിക്ക് ഇത്ര പൈസ കിട്ടും എന്നുള്ളത് ചിലപ്പം ഒരു ഒരറ്റോ രണ്ടറ്റോ ചെയ്തെന്നും വരും. ആ ചെയ്ത് കഴിഞ്ഞപ്പം ഇനി ഇത് ഞാൻ ചെയ്യില്ല, ഇത് ഞാൻ ചെയ്യുന്ന തെറ്റാണ്, എപ്പോഴെങ്കിലും പിടിച്ചു പോയാലും എന്റെ ലൈഫ് പോവാൻ എനിക്കൊരു കുഞ്ഞുള്ളതാണ്. ഈ ബോധമൊക്കെ ആ കുട്ടിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിഫ അത് കണ്ടിന്യൂ ചെയ്യാൻ റെഡി ആവാതിരുന്നത്. ഓക്കെ, ഇവരിപ്പോ പറയുന്നത് റിഫ വന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്, റിഫയെ ഇങ്ങനെ പെടുത്തിയതാണ്, റിഫയ്ക്ക് ഇങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് റിഫ എന്നോട് വന്ന് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടാണ് ഈ ലേഡി ഇപ്പോ പൊതുസമൂഹത്തിലോട്ട് പറയുന്നത്. അപ്പൊ എനിക്ക് നേരത്തെ തോന്നിയ ഡൗട്ട് തന്നെയാണ്. ഒന്നുകിൽ ഇവർ പറയുന്ന പോലെ റിഫയുടെ ആത്മാവെന്ന് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തേക്ക്. എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ക്വസ്റ്റ്യൻ മാർക്കിട്ട് പറയുന്നത്. വേറെ ഏതെങ്കിലും സോഴ്സ് വഴി ഇവരറിഞ്ഞിട്ട് എൻ്റെ പേര് പുറത്തു വരരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് തെളിവ് സഹിതം ഇവർക്ക് കൊടുത്തതിന് ശേഷം ഇവര് അതുകൊണ്ട് ഒരു ഐഡിയ എടുത്തിട്ട് റിഫ വന്നു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറം മറ്റൊരു ചോദ്യമില്ല. കാര്യം പിടിയില്ല. ആ ഒരു സെറ്റപ്പിൽ സംസാരിക്കുന്നതാണോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഇവർക്ക് തെളിവ് സഹിതം എല്ലാം കിട്ടിയിട്ട് ഇവര് അത് വെച്ചിട്ട് റിഫയുടെ ആത്മാവ് എന്ന് പറഞ്ഞതാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അപ്പുറം ചോദിക്കാനില്ലല്ലോ ഒന്നും. എനിക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സാധനം വന്നു കഴിഞ്ഞു. ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴേക്കും എന്തായി, റിഫയ്ക്ക് ഇവരെല്ലാവരും അറിയാം ആരാണ് ഇത് ചെയ്യുന്നതും, സ്മഗ്ലിംഗ് ചെയ്യുന്നതും, ആരാണ് ഇത്
ആരാണ് ഇതിന്റെ മെയിൻ ഹെഡ് എന്നും എല്ലാം റിഫക്ക് അറിയായിരുന്നു. അപ്പൊ റിഫ കാണുന്നുണ്ട് കണ്ണോട് വേറെയും പെൺകുട്ടികൾ ഇവരെ ട്രാപ്പിലാക്കുന്നതൊക്കെ. അപ്പൊ ഇനി അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം റിഫയുടെ ഉള്ളിലുണ്ട്. അത് പുറത്തോട്ട് വരണം, ദുബായ് പോലീസ് ഇത് അറിയണം എന്നുള്ളൊരു കാര്യമായിരുന്നു റിഫക്ക് ഉണ്ടായത്. ഷെരീഫ് ഓക്കെ, ദുബായ് പോലീസ് അറിയാൻ വേണ്ടിയിട്ടാണ് റിഫ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരെന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് ഇവർ പറഞ്ഞതെല്ലാം നമ്മൾ വെറും കഥ പോലെ തോന്നി, അല്ലെങ്കിൽ ഇപ്പൊ ഈ സജിനയൊക്കെ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ പറഞ്ഞതുമായിട്ട് കണക്ട് ആവുകയാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നല്ലോണം ഉണ്ട്, അത് സത്യമാണ്. വിചാരിച്ചില്ല ഇത് അവൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വലിയ ഫ്രോഡ് ക്രിമിനൽസിന്റെ നേരെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് റിഫക്ക് അറിയില്ലായിരുന്നു ശരിക്കും. അപ്പം അവിടെ ഇതിനുള്ള കൂട്ട് മെഹനാസും ജംഷാദും ആഷിഖും എല്ലാവരും അതിനുള്ള കൂട്ട് റിഫാക്കാണെന്നുള്ള കാര്യം റിഫ അറിഞ്ഞില്ല. അപ്പൊ ഇവരാരുമില്ല, എന്റെ ബ്രദറിനോട് പറയട്ടെ എന്ന് പറഞ്ഞതാണ് അവിടെ ബ്രദറിനോട് എത്തുന്ന മുമ്പ് തന്നെ റിഫനെ ഇല്ലാതാക്കിയത്. ഓക്കെ, ബ്രദറിനോട് പറയുന്നതിന് മുന്നേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ റിഫയെ ഇല്ലാതാക്കിയെന്നാണ് ഇപ്പൊ ഈ ലേഡി പറയുന്നത്. ഈ ലേഡി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫയുടെ ആത്മാവ് തന്നോട് വന്ന് പറഞ്ഞു എന്നാണ്. പക്ഷെ ഇവർ പറയുന്നതിൽ നമുക്ക് നേരത്തെ കേൾക്കുമ്പോൾ കഴമ്പ് തോന്നത്തില്ല. പക്ഷെ ഇപ്പോൾ വന്നിട്ട് സജിന വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഈ ദുബായിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നതും ഭാര്യ കൊണ്ടിരുത്തുന്നതും പിന്നെ കടത്തിന്റെ കേസ് ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതിന് പുറമെ ഫിറോസ് ഖാൻ പറയുന്നു. ഫിറോസ് ഖാൻ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇവർ മൂന്നുപേർക്കും ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിലാണ് ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നത്. ലഹരിയോ മരുന്നുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇവർ നമുക്ക് നാളെ ലീഗലായിട്ട് പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ തെളിവാണ്. ചുമ്മാ വായിത്തു വന്ന് വിളിച്ചു പറയല്ല. ഇവരൊക്കെ ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി കൊണ്ടുനടന്ന സജിനയ്ക്ക് ഒരു പുതിയ ലോകം എന്താണെന്നുള്ളത്, ലഹരി ലോകം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ടോ, അവളെ എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ അബുദാബിയിൽ ഒരു ലേഡിയുമായിട്ട് പേര് പെട്ടെന്ന് പറഞ്ഞു, ആ ലേഡിയുമായിട്ട് സജിന പോകുന്നു. ഓക്കെ, ഇവിടെ തെളിവ് സഹിതം ഫിറോസിന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാണ് ഫിറോസ് വെക്കുന്നത്. അപ്പൊ തെളിവ് സഹിതമുണ്ട്, വേണ്ടി വന്നാൽ അതൊക്കെ എടുത്ത് വിടും എന്നുള്ള സെറ്റപ്പിലാണ് ഫിറോസ് പറയുന്നത്. അതുപോലെ തന്നെ റിഫയുടെ കേസും പറഞ്ഞ് റിഫയുടെ ആത്മാവ് സംസാരിച്ചു എന്ന് പറയുന്ന ആ ലേഡി പറയുന്നു. അപ്പൊ ഇതിലെല്ലാം മൊത്തത്തിൽ നല്ലൊരു ദുരൂഹത ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് പുറത്തു കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ പെൺപിള്ളേരെ അല്ലെങ്കിൽ ഈ സ്ത്രീകളെ നാട്ടിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ദുബായിലോട്ട് എത്തിക്കുന്നു. ഈ പരിപാടിക്ക് വേണ്ടി എത്തിക്കുന്നത് ആരാണ്? അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മുഖ്യധാര കറുത്ത കൈകൾ അല്ലെങ്കിൽ കരങ്ങൾ ആരുടേതാണ്? ഇതൊക്കെയാണ് ഇനി പുറത്തു വരേണ്ടത്. ഇതൊക്കെ പുറത്തു വരണമല്ലോ മിസ്റ്റർ. എന്തായാലും കാലം എന്ന് പറയുന്ന കാര്യം എത്ര തന്തയില്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ഒരു നാൾ ഇതെല്ലാം കറക്കി തിരിച്ചു കൊണ്ടുവന്ന് കയ്യിൽ അങ്ങ് വെച്ച് തരും. അതാണ് ഇവിടെ ഇപ്പൊ കാണാനും സാധിക്കുന്നത്. കൊള്ളാം, നല്ല പരിപാടിയാണ്. അവൻ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ വിഡോസിനെയും ഡിവോഴ്സീസിനെയും ഒക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ഷോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റൊക്കെ പോയേക്കുന്നത് വെരി ഓപ്പൺലി ഇഫ് ഐ ഗോ ടു സേ റീനു സുധി, സജിന ഫിറോസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. കേട്ടല്ലോ, അതായത് ഡിവോഴ്സായിട്ട് നിൽക്കുന്നവരും വിഡോസിനെയൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ പെട്ടുപോയതാണ് രേണു സുധി, സജിന ഫിറോസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഫിറോസ് ഖാൻ വന്നിട്ട് സജിനയെ പറ്റിയിട്ട് അടക്കം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇവർ പെട്ടുപോയതാണോ, സ്വന്തം ഇഷ്ടത്തിന് പോയതാണോ, അതൊക്കെ ഇവിടെ ചുരുളഴിയാത്ത രഹസ്യവും അതുപോലെ ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇവരൊക്കെ സ്വന്തം ഇഷ്ടത്തിനാണോ പോകുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം നമുക്കൊരിക്കലും ഇങ്ങനെ ദുബായിൽ പോകുമ്പോൾ നമ്മൾ അയ്യോ കണ്ണ് കെട്ടിയൊന്നുമല്ലല്ലോ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഒരു പരിധി വരെ. അപ്പോൾ ഇതൊക്കെ ഉടായ്പാണെന്ന് അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ ഫിറോസ് ഖാൻ ഈ സജിനെ ഫുള്ളായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് തനിക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് സജിനയുടെ കൂടെ സഹതാപം തോന്നാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളെ എടുത്ത് പൊതുസമൂഹത്തിലോട്ട് കൗണ്ടർ അടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സജിനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഫിറോസ് ഖാൻ അടപടലം തേച്ചൊട്ടിച്ച് വലിച്ചീറി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആരെ? സജിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥിതിക്ക് തനിക്ക് എന്തെങ്കിലും ന്യായീകരിച്ച് നിൽക്കാനും തന്നോട് ആൾക്കാർക്ക് സഹതാപം തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അതിലൊരു കാര്യമാണ് ഈ ദുബായിലെ കേസും രേണു സുധീരെ കേസും എടുത്ത് സജിന ഇട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റാരുടെയും പേര് പറയാതെ രേണു സുധിയുടെ പേര് സജിന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സജിനയുടെ ഇഷ്ടത്തിന് പറഞ്ഞതല്ല, ആരോ പറയിപ്പിച്ചതാണ് സജിനയെ കൊണ്ട്. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. കൺഫേമാണ്, 110%. 35,000 ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും മേടിച്ചോണ്ടാണ് ഞാൻ നേരെ ദുബായി കയറി പോകുന്നത്. ദുബായി കയറി പോയിട്ട് അവിടെ ഈ പറഞ്ഞ കൊള്ളാവെന്ന് പറഞ്ഞിട്ട് ചേട്ടാ ശരിക്കും പറഞ്ഞാൽ രേണുസുതിയെ പോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. രേണുസുതിയെ പോലെ ഞാൻ ബാറുകളിൽ പോയിരിക്കുക. എനിക്ക് ഈ ലോകം അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ വിദേശത്ത്, എനിക്ക് ഫ്ലൈറ്റ് ഇരുന്നിട്ടില്ല ഞാൻ ഇന്ന് വരെ. ഓക്കെ, ഇത് സജിനയ്ക്ക് വേണമെങ്കിൽ പറയാം എന്നെ ഇങ്ങനെ കൊണ്ടിരുത്തി എന്നെ പെടുത്തി എന്ന് പറയാം. പകരം രേണു സുധിയെ പോലെ എന്നെ ബാറിൽ കൊണ്ടിരുത്തി. ആ സാധനം പറഞ്ഞതിന്റെ ഇന്റൻഷൻ
അത് ആരോ പറയിപ്പിച്ചതാണ്. രേണു സുധിയെ പോലെ എന്നെ ബാറിൽ കൊണ്ട് ഇരുത്തി എന്ന് സജിന പറയണമെങ്കിൽ അത് അവിടെ ആരോ പറയിപ്പിച്ചാണ്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ബാറിൽ ഇരുത്തിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ രേണു സുധിയുടെ പേര് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരോ പറയിപ്പിച്ചാണ്. കൺഫേമാണ്, 100%, 100%, 150% കിടക്കട്ടെ. അല്ല പറയട്ടെ, അതായത് ഭയങ്കര ഇല്ലീഗൽ ആയിട്ടുള്ള നടക്കുന്ന സ്ഥലത്തല്ലേ എന്നെ കൊണ്ടുപോകാം. ഇവിടുത്തെ ഏറ്റവും നമ്പർ 1 മറ്റേ നമ്മളുടെ ഗോൾഡ് മാഫിയ, അങ്ങനത്തെ കുറച്ച് മാഫിയ ടീമാണ് ഇവര്. എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പോയി വീണതെന്നുള്ളത്. ഇല്ല, തിരിച്ചു വരുന്ന ഒരു സാധനം ഇല്ലല്ലോ. എന്നെ ഇവരാണല്ലോ കൊണ്ടുവരുന്നത്. കാരണം ഇവിടുന്ന് ആ ഗ്യാപ്പിൽ നിന്ന് നമ്മുടെ വേറൊരു ഗ്യാങ്ങിലോട്ട് കൊണ്ടുവന്ന് അവര് വന്നിട്ട് ഈ പുള്ളിക്കാരി എന്നെ അല്ലല്ല, ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ പുള്ളിക്കാരി എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ കുറച്ച് ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഇത് ശരിയാവത്തില്ല, ഇവിടുന്ന് വന്നോ, നീ പെട്ടെന്ന് വന്നോ എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ വിളിച്ചിട്ട് അങ്ങനെയാണ് പുള്ളിക്കാരൻ ആദ്യമായിട്ട് എന്റെ അടുത്ത് റസൂലൊക്കെ വിളിച്ച് എന്നെ സംസാരിക്കുന്നത്. നമ്മളെ വേറെ ഒന്നും വേണ്ട, ടെൻഷൻ ഒന്നും അടിക്കണം, ഞങ്ങൾ എല്ലാവരും ഉണ്ട്, നീ പോയി വീണേക്കുന്ന വലിയൊരു സംഭവത്തിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പറയാം എന്ന് പറഞ്ഞു ഇവര്. റസൂലിക്ക അടക്കം പറഞ്ഞു മോളെ നീ പോയി വീണയിക്കുന്ന വലിയൊരു സംഭവത്തിലാണ്. അപ്പൊ റസൂലിക്കും ഇതിന്റെ കാര്യങ്ങൾ അറിയാം. ഈ സ്മഗ്ലിങ്ങും ഈ ഒരു ഗ്രൂപ്പിന്റെ പല തന്തയില്ലായ്മകളും റസൂലിക്ക് അടക്കം അറിയാം. ഇത് ചെറിയൊരു കാര്യമില്ല. ഇത് നമ്മുടെ ഓസ്കാർ അണ്ണൻ അടക്കം കുടുങ്ങുന്ന കേസിലോട്ടാണ് ഇതിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓസ്കാർ അണ്ണന് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ എങ്ങനെ അറിഞ്ഞു? ഈ സ്മഗ്ലിങ്ങും ഈ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നതും ഒക്കെ എങ്ങനെ അറിയാം? അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ പൊളി. ഇതിപ്പം അടപടലം തേഞ്ഞിട്ടും സജിനയാണെങ്കിൽ നാക്കിന് എല്ലില്ലാണ്ട് പലതും വിളിച്ച് പറയുന്നുണ്ട്. തന്നെ ന്യായീകരിക്കാനും താൻ കുറ്റക്കാരിയല്ലെന്ന് അറിയിക്കാനും വേണ്ടിയിട്ട് തനിക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർക്ക് കൊള്ളുമെന്ന് പോലും ചിന്തിക്കാതെ പൊട്ടത്തനങ്ങളാണ് വിളിച്ച് പറയുന്നത്. ഇവൾ ഇന്റർവ്യൂ കൊടുക്കും തോറും പലതും എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തായാലും കൊള്ളാം. ബാക്കി പേടിപ്പിക്കും. പിന്നെ അതിന് ശേഷം അവിടെ ഒരു ആംബുലൻസ് ചായ കുടിക്കാൻ നിന്നിരുന്നു. പിന്നെ ഇവര് രണ്ടുപേരും കൂടി ആംബുലൻസ് കൊണ്ടുവന്നു. എല്ലാം ക്രിയേറ്റഡ് സ്റ്റോറീസ് ആണ്. ഇതൊന്നും ട്രൂത്ത് അല്ല, ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. പക്ഷെ ഈ പറഞ്ഞ ആംബുലൻസ് അവിടെ വന്നത് റിഫക്ക് വേണ്ടി തന്നെയാണ്. എത്രയും പെട്ടെന്ന് റിഫനെ അവിടെ നിന്ന് എടുത്ത് എത്രയും പെട്ടെന്ന് ആംബുലൻസിൽ കയറ്റി എത്തിക്കേണ്ടടുത്ത് എത്തിക്കാം. ഒരു സ്യൂസൈഡ് ആണോ എന്താണെങ്കിലും ദുബായ് റൂൾ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രമേ ബോഡി നാട്ടിലെത്തിക്കും. വിത്തിൻ 24 hours ബോഡി നാട്ടിലെത്തിക്കുക, ഇതായിരുന്നു അവരുടെ മോട്ടോ. അത് അവർ ചെയ്യുകയും ചെയ്തു. അതായത് റിഫയുടെ ബോഡി എത്തിച്ച കേസാണ് പറയുന്നത്. അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അവിടുത്തെ റിപ്പോർട്ട് കാര്യങ്ങളാണ്. ഗവൺമെന്റ് ഓഫ് ദുബായ് പോലീസ് സെക്കൻഡ് വിഷ്വൽ എക്സാമിനേഷൻ, ഫീമെയിൽ ബോഡീസ് 164 സെന്റിമീറ്റർ ഓൾ വെയിറ്റ്. അത് റിഫയുടെ കേസുകളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്തായാലും കൊള്ളാം. ചുരുൾ അഴിഞ്ഞേ പറ്റത്തുള്ളൂ. ആ പെണ്ണിനെ തീർത്തതാണെങ്കിൽ കറക്റ്റായിട്ട് ഇവരുടെയൊക്കെ അല്ലെങ്കിൽ പലരുടെയും കൊള്ളരുതായ്മകൾ അവൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും എതിർക്കുകയും ചെയ്തപ്പോൾ ആ പെണ്ണിനെ തീർത്തതാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എന്തായാലും കൊള്ളാം. റിഫ വന്നു പറഞ്ഞു ഈ സ്ത്രീയുടെ അടുത്തെന്നുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ. അതിലെനിക്ക് എന്തോ ഒരു ഡൗട്ടുണ്ട്. ഇനി റിഫയുടെ ആത്മാവെന്ന് പറഞ്ഞോ ഇല്ലയോ നമുക്കറിയത്തില്ല. കാരണം ഈ ഭൂലോകത്ത് നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും പല കൂടോത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് വന്ന് പറഞ്ഞതാണ് എന്ന് കൺഫേം ആക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഡൗട്ട് പോലെ വേറെ ആരെങ്കിലും തെളിവുകൾ കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ഈ ലേഡി പറഞ്ഞിട്ട് പൊതുസമൂഹത്തോടെ പറഞ്ഞിട്ട് അത് റിഫയുടെ ആത്മാവ് എന്ന് പറഞ്ഞതാണെന്ന് പറയുന്നതായിട്ട് എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അതെന്തോ ഒരു ഡൗട്ടാണ്. ഇനി ദിയാസന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ ദിയാസനയുടെ കേസിൽ ദിയാസന മറ്റേ പൊടിച്ചിട്ട് എടുത്ത് വെച്ച് വലിച്ച് ബാമകളെ വലിക്കാന്ന് പറഞ്ഞ് വിളിച്ചെന്നൊക്കെയാണ് സജിന പറയുന്നത്. ഈ കൂട്ടുകാരായിട്ട് ഒരു സമയത്ത് ഇരുന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളികാരി അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പല തന്തയില്ലായ്മകളും പുറത്തു വരും. MRC ഗ്യാങ് പോലെ. അതുപോലെ ഇപ്പം ദിയാസന പൊടി വലിച്ച് കയറ്റിയെന്നാണ് സജിന പറയുന്നത്. അതിലൊക്കെ സത്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തമ്മിൽ തന്നെ കേസ് കൊടുത്ത് തെളിയിക്കുക. പക്ഷേ നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഇടയിൽ കൂടി ദുബായിലെ പരിപാടികൾ എന്താണ്, ഇതിൻ്റെ ചുരുൾ അഴിഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കേസിൽ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെയൊക്കെ അവിധ കഥകളിലൊന്ന് തുടങ്ങി ഇപ്പൊ എവിടെ പോയി ഇടിച്ചിരിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ദിയാസന പറയുന്നത് കേട്ടോക്കാം. നമസ്കാരം. എല്ലാവരും എൻ്റെ ഇൻ്റർവ്യൂ കണ്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു, സപ്പോർട്ട് ചെയ്തു, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതിനുശേഷം വീണ്ടും സജന നൂർ എന്നെ വെല്ലുവിളിച്ചു കൊണ്ടിട്ട് വീഡിയോ ഇട്ടു. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. സജന നൂറിന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം എടുത്തിട്ടുണ്ട്. സജന നൂറിന് ഫോൺ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. സജന എന്തുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? സജന എന്തുകൊണ്ടാണ് പോലീസ് കേസുമായിട്ട് സഹകരിക്കാത്തത്? സജന ആദ്യം അത് ചെയ്യും. അതുപോലെ തന്നെ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എനിക്കെതിരെ നടത്തിയ പരാമർശം, നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചത്, നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത് എല്ലാം വെച്ചുകൊണ്ടിട്ടുള്ള പരാതി ഡീഫമേഷനും ചേർത്ത് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1-2 ദിവസം കഴിയുമ്പോൾ കോടതിയിലെ പ്രൊസീജിയർ ഓൺ ആയിക്കോളും. കാരണം ഡീഫമേഷന് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടിട്ടാണ്. സജനയുടെ വെല്ലുവിളി
ഞാൻ വീണ്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാണ്, കുറച്ച് പേർക്കും കൂടെ അതിനൊരു ക്ലാരിറ്റി കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ആര് വന്നാലും ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഞാൻ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് ആർക്ക് ഞാനൊരു ഡ്രഗ് ഉപയോഗിക്കുന്ന ആളെന്ന് സംശയമുണ്ടോ അവർ വന്നാൽ അത് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ വരാം. ഞാൻ നിങ്ങൾ വിളിക്കുന്ന എവിടെ വേണമെങ്കിലും വന്ന് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഞാൻ വന്നിരുന്ന് കുറച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ ടെസ്റ്റിനൊക്കെ ഭയങ്കര പൈസയാവും. ₹1 ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കൂല. ഞാൻ ഓൾറെഡി ഡീഫമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മാനം നശിപ്പിച്ചതിന് അവരെനിക്ക് പണം ഇങ്ങോട്ട് തരുന്നതല്ലാതെ ഞാനൊരു രൂപ അങ്ങോട്ട് തരില്ല. അതുപോലെ അങ്ങോട്ട് കൊടുത്ത് ഞാനൊരു കാര്യം ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇന്നലെ അവളുടെ വെല്ലുവിളി കണ്ടു. 3 കോടി ഞാൻ വാങ്ങിച്ചു എന്ന് തെളിയിച്ചാൽ അതിൽ 2 കോടി തരാമെന്ന്. അത് ഞാൻ വാങ്ങിക്കാൻ വരാം. 2 കോടി തരണം. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് സജന റസുൽ പൂക്കുറ്റി പറയുന്നു 3 കോടി എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന്. ഒരു തെളിവ്. ഓൾറെഡി 40 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുവെന്ന് റസുൽ പൂക്കുറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിച്ചു തന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി വാങ്ങിച്ചു തന്നെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡയമണ്ട് വാങ്ങിച്ചു തന്നെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ള വോയിസ് റെക്കോർഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടി തന്നെ പറയുന്ന പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സജന മറ്റുള്ളവരുടെ പ്രൂഫ്? അപ്പം 2 കോടി സജന താ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോടി ഇല്ലെങ്കിൽ 1 കോടിയെങ്കിലും വേണം. കുറച്ച് പാവം പിടിച്ച സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ പെട്ട കുറച്ച് പുരുഷന്മാരും ഉണ്ട്. ലക്ഷങ്ങളൊക്കെ പോയ പുരുഷന്മാർ. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് കൊണ്ട് താന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് ചിലപ്പം ഫീലാവും. അപ്പം നീ അവർക്ക് കൊടുത്താൽ മതി. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഭയങ്കര ഒരു വിഷമ ഘട്ടം കൂടി ഇതിനകത്തുണ്ട്. കാരണം ആ സങ്കടം പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ റസുൽ പൂക്കുട്ടിയുടെ ഭാര്യ ഷാദിത്തയോട് വളരെയധികം സ്നേഹത്തോടെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങളുടെ മക്കളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഈ ഫ്രോഡുകൾ രണ്ടും കാണിച്ച കാട്ടായിത്തരത്തിനൊക്കെ ഞങ്ങളോട് കള്ളം പറഞ്ഞതാണ്. റസുൽ പൂക്കുറ്റി വിവാഹം ചെയ്തു എന്നും അതുപോലെ ഫിറോസ് ഖാൻ ഡിവോഴ്സായി എന്നും പറഞ്ഞാണ് ഈ റിലേഷൻഷിപ്പ്. അപ്പം ഞങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നോക്കിയിരുന്നില്ല. പിന്നെ പോകെയാണ് അറിഞ്ഞത് ഇവൾ കള്ളമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം. അതിനാലാണ് ഞങ്ങൾക്ക് അങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. സോ അതിന് ക്ഷമിക്കണം. ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടായിത്തരങ്ങളൊക്കെ തുടങ്ങി വെച്ചത് റസുൽ പൂക്കുട്ടി ആണ്. റസുൽ പൂക്കുട്ടി സജനേനെ ഇറക്കി ഫിറോസിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിച്ച് സജനയ്ക്ക് ഭയങ്കരമായ സിമ്പതി ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടി. ഫിറോസിക്ക സൂയിസൈഡ് അറ്റംപ്റ്റിൻ്റെ അവസ്ഥയിലെത്തി. അവിടെ നിന്ന് അയാളെ രക്ഷിച്ചു കൊണ്ടുവന്ന് അയാൾ എല്ലാ ഡീറ്റെയിലും വെച്ച് ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ സജനയുടെ ഇമേജ് പോകുന്ന സാഹചര്യത്തിലാണ് റസുൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ ക്ലിയർ കട്ടായിട്ടുള്ള പിക്ചർ വെളിയിൽ വരുന്നത്. ഇതുവരെയും അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല. അയാൾക്ക് നല്ല രീതിയിലുള്ള ടോളറേറ്റിങ്ങും നല്ല രീതിയിലുള്ള അബ്യൂസിങ്ങും സജനയിൽ നിന്ന് കിട്ടിയിട്ട് പോലും അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങളൊന്നുമല്ല. അയാൾ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സജനയും റസുൽ പൂക്കുട്ടിയും ചേർന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് വൃത്തികേട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ കുറേ അധികം വൈകിയതിന് ശേഷം ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങളത് തുറന്നു പറയുകയും ഇവരെ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഷാദിത്ത വീണ്ടും പറയാണ്, നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഓക്കെ, ഇവിടെ ദിയാസന ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്താണ് ആ ഉദ്ദേശം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. എങ്കിലും ഊഹം പറയാം. അതായത് സജനയും റസൂൽ പൂക്കുറ്റിയും ചേർന്ന് ഇവിടെ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ സ്മഗ്ലിംഗ്, ഗോൾഡ് സ്മഗ്ലിംഗ്, ഇങ്ങനത്തെ പരിപാടികളാണ്. അപ്പോൾ സജിനയും റസൂൽ പൂക്കുറ്റിയും ചേർന്ന് ഇവിടെ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും നടത്തുന്നുണ്ടെന്ന് ദിയാസന ഒരു പോയിന്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. 3 കോടിയുടെ കണക്ക് വേറെ ഇനി ആരും ഒന്നും പറയണ്ട. റസൂൽ പൂക്കുറ്റിയുടെ വോയിസിൽ തന്നെ ഉണ്ട്. അതുപോലെ 10-40 ലക്ഷം രൂപ കൊടുത്തെന്നും വണ്ടി മേടിച്ചു കൊടുത്തെന്നും ഗോൾഡും ഡയമണ്ടും ഒക്കെ മേടിച്ചു കൊടുത്തെന്നും നല്ല ഊറ്റി. ഓസ്കാറിനൊന്നും ഇപ്പോൾ ഒരു വിലയില്ല.
തീർന്നു. ഓസ്കറിന്റെ വിലയൊക്കെ അതോടെ തീർന്നു. എന്തായാലും ഈ സത്യങ്ങളെല്ലാം താമസിയാതെ പുറത്തു വരട്ടെ. ചുരുളഴിയാതിരുന്ന രഹസ്യങ്ങൾ ചുരുളഴിയട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആണ്.